ADGP MR അജിത് കുമാറിന്റെ ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ വീഴ്ച സംഭവിച്ചെന്ന് DGPയുടെ റിപ്പോർട്ട്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് ADGP MR അജിത് കുമാർ യാത്ര നടത്തിയത്. DGP റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സിജോ, പൂരങ്കലക്കലിലും വീഴ്ചയുണ്ടായിട്ടുണ്ട്, നടപടി വേണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതായി ട്രാക്ടർ വിഷയത്തിലും DGPയുടെ റിപ്പോർട്ടിൽ ADGPക്ക് വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് പരാമർശിക്കുന്നത്. ഒരു നടപടി പ്രതീക്ഷിക്കാമോ? ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സർക്കാരിനോട് പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു, വിശദീകരണം തേടിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന പോലീസ് മേധാവി ADGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടിയത്. ഈ വിശദീകരണത്തിലാണ് തനിക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു കാര്യം MR അജിത് കുമാർ സമ്മതിക്കുന്നത്. അതിന് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു യാത്രയ്ക്ക് കാരണമായതെന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. തനിക്ക് അങ്ങനെ കയറിപ്പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വാഹനം ഉപയോഗിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു വിശദീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് DGP ഇപ്പോൾ റിപ്പോർട്ട് ആഭ്യന്തര ഉപസെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചിരിക്കുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നടപടി എന്ന നിലയിൽ ശുപാർശ ചെയ്യുന്നില്ല. ഇതിൽ വ്യക്തമാക്കുന്നത് വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പും ഉള്ളൊരു ശാസനയും എന്ന രീതിയിൽ തന്നെ ADGPക്ക് DGP നൽകിയിട്ടുണ്ടെന്നുള്ളതും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും എന്ത് നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് വരിക. എന്തായാലും പൂരങ്കൽക്കലിന് പിന്നാലെ ഈ ശബരിമല യാത്രയിലും കുരുക്കുമുറുകുന്നതാണ് DGPയുടെ റിപ്പോർട്ട്. സിജോ വി ജോനാണ് വിവരങ്ങൾ നൽകിയത്.